നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. നല്ലൊരു റിവിഷൻ സെക്ഷനുമായിട്ട് വന്നിരിക്കുകയാണ്. കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കളക്ഷനുമായിട്ടും അതിന്റെ അനുബന്ധ ഫാക്ട്സുമായിട്ട്. നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മൾ പരീക്ഷാ സമയത്ത് കിടന്ന് വെപ്രാളപ്പെടാതെ അതിനു മുമ്പ് പരമാവധി പഠിക്കാൻ പറ്റുന്നതൊക്കെ നേരത്തെ പഠിച്ചൊതുക്കുക. അല്ലാതെ പരീക്ഷ വന്നതിന് ശേഷം കിടന്ന് വെപ്രാളപ്പെട്ട് ചിലവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ആ പരീക്ഷ വന്നാൽ പിന്നെ ഒരു 4 മാസം 5 മാസം കിടന്ന് അങ്ങ് ഭയങ്കര വെപ്രാളപ്പെട്ട് അത് പഠിക്കണം, ഇത് പഠിക്കണം, ഇങ്ങനെ ഭാഗം പഠിക്കണം, റിവിഷൻ നടത്തണം. പക്ഷെ എല്ലാം കൂടെ ഒന്നും കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ നല്ലൊരു അവസരം ഇപ്പം ഫലവത്താക്കുക. കാരണം നേരത്തെ പഠിച്ചൊതുക്കിയാൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകുന്നതോറും റിവിഷനാണ്. റിവിഷനിലിരിക്കുക ഒരു വ്യക്തിയുടെ ഏറ്റവും പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി ഏറ്റവും പെർഫെക്റ്റ് പരീക്ഷാ ഹാളിൽ ചെല്ലുന്ന എന്ന് പറഞ്ഞാൽ അവന് ഫുൾ റിവിഷൻ സെക്ഷൻ പാസ്സായി ഇട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന് ഒരു ടെൻഷനും കാണത്തില്ല. ഇല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷനാ, ആദ്യത്തേതാണോ രണ്ടാമത്തെയാണോ, ഓപ്ഷൻ എങ്ങനെ കറുപ്പിക്കാം എന്നൊക്കെ. അതുകൊണ്ട് നിങ്ങളോട് പറയാണ്, തുടക്കക്കാരോടൊക്കെ എനിക്ക് എടുത്തു പറയാനുള്ളത്, എന്നാൽ കഴിയുന്ന സപ്പോർട്ടുകൾ ഞാൻ ചെയ്തു തരാം. അപ്പം അതുപോലെ ഇപ്പോൾ ഒരു സീരീസ് ആയിട്ട് ഞാൻ കൊണ്ടുവരികയാണ്. ഇതുവരെ നടന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ഒരു കൺഫ്യൂസിംഗ് ഫാക്ട്സ് ആയിട്ട് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പഠിക്കാൻ പറ്റും എന്നുള്ളത്. പിന്നെ അധ്യാപകരെ അതാത് കൃത്യമായിട്ട് പഠിപ്പിക്കും. എന്നാലും ഇപ്പൊ എല്ലാം കൂടെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റത്തില്ലായിരിക്കും. അപ്പൊ അനുബന്ധ ഫാക്ട്സുകളും നിങ്ങൾ പഠിക്കുക. ചിലപ്പോൾ ഞാൻ കണക്റ്റഡ് ആയിട്ട് വേറെ ഒക്കെ പറഞ്ഞു പോകും, അതും നിങ്ങൾ കേൾക്കുക. ചിലപ്പോൾ നിങ്ങൾ പി മാത്രം പരീക്ഷ എഴുതുന്നവരല്ലല്ലോ, PSC പരീക്ഷകൾ എഴുതുന്നതും ഒക്കെ. അപ്പം ഒരു കണക്റ്റഡ് ഫാക്ട്സുകൾ അതൊക്കെ കയറി വരികയാണെങ്കിലും അതും നിങ്ങൾ പഠിക്കണം കേട്ടല്ലോ. അതും നിങ്ങളുടെ ആവശ്യകതയാണ്. എനിക്ക് അത് എപ്പോഴായാലും നമുക്ക് അറിവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കും തോറും കൂടുതൽ ഉണ്ടാകത്തേ ഉള്ളൂ, ആവേശം ഉണ്ടാകത്തതേ ഉള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ ഇച്ചിരി സ്പീഡിൽ പോവും, ചിലപ്പോൾ ഇച്ചിരി കുറേ പറഞ്ഞു പോവും, ഇതെങ്ങനെ എഴുതിയെടുക്കും എന്നൊക്കെ പറയുന്നവർ പലരും ഉണ്ട്. പക്ഷേ ഈ 1ാം റാങ്ക് കിട്ടിയവരും പല റാങ്ക് കിട്ടിയവരും ഒക്കെ പറയാറുണ്ട്, സാറേ ആദ്യമൊക്കെ സാറിന്റെ പേടിയായിരുന്നു, ഇത് കേൾക്കണം, ഇത് എങ്ങനെ എഴുതും, ഇത് എത്ര എഴുതിയെടുക്കും, വിഷമമായിരിക്കും. പിന്നെ സാറിന്റെ അങ്ങ് ഫ്ലോ ആയി. ആ റിവിഷൻ കേൾക്കുമ്പോഴാണ് അതിന്റെ പ്രയോജനം എന്ന് മനസ്സിലായി. അതാണ് സാറേ, അതൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് പറയാം, നിങ്ങളെ കുത്തിയിരുത്തി ഒരു 10-20 ക്വസ്റ്റ്യൻ പഠിപ്പിക്കലല്ല ഞാൻ ചോദ്യം, മാക്സിമം കളക്ട് ചെയ്ത് റിവിഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ട് പലപ്പോഴും കേട്ടോണ്ടിരിക്കുക, എപ്പോഴെങ്കിലും ഫ്രീ കിട്ടുന്ന സമയത്ത് കേൾക്കുക, പറ്റുന്നത് എഴുതിയെടുക്കുക. ഓക്കെ, മുമ്പിലോട്ട് വരുന്ന ആ പരീക്ഷ നേടിയെടുക്കുക എന്നൊരു വാശി നിങ്ങൾക്കുണ്ടായിരിക്കണം. ഒരു ടീച്ചറാവുക എന്ന് പറയുന്നത് പലപ്പോഴും ആഗ്രഹങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഈ കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ LP TTCയോ അല്ലെങ്കിൽ BEdോ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ ആകണം അല്ലേ. അതാണ് മനസ്സിലെന്ന് പറയുന്നത്. അതിന് നിങ്ങൾ കുറച്ച് നാൾ കഷ്ടപ്പെട്ടേ പറ്റൂ. അതിന് നിങ്ങൾ തയ്യാറാവുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഒരു പരീക്ഷയ്ക്ക് എത്തുന്ന അല്ലെങ്കിൽ ഏതൊരെണ്ണത്തിനും വിജയത്തിന് പിന്നിൽ കുറച്ച് കഷ്ടപ്പാടുകളായിരിക്കും അല്ലേ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹിച്ച ഒരു ജോലി നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരുകയല്ലേ. പിന്നെ നിങ്ങളുടെ സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതല്ല. പക്ഷെ ഈ ഒരു കോമ്പറ്റീഷനിൽ ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സ് ചിന്തിക്കണം. മാക്സിമം കണ്ടന്റ് കണ്ടെത്തി പഠിക്കണം, റിവിഷൻ നടത്തണം, മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് ശീലിക്കണം. അങ്ങനെയൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് പെർഫെക്റ്റ് ആയി മാറും കേട്ടോ. അതുകൊണ്ട് ഓരോരുത്തരോടും പറയാ, മുന്നോട്ടുള്ള യാത്രകളിൽ അധ്യാപകർനേക്കാൾ സ്ഥാനം നിങ്ങളുടെ മനസ്സ് മോടി പിടിപ്പിച്ച് വാശി കൂട്ടുക. ഇന്ന് ഇത്ര പഠിച്ചു എങ്കിൽ നാളെ ഞാൻ ഇത്രയും പഠിക്കും എന്ന് ഇന്ന് പഠിച്ച് ആ കാൽക്കുലേറ്റ് ചെയ്ത് പോകണം. തിങ്കൾ മുതൽ വെള്ളി വരെ പഠിച്ചിട്ട് ശനി ഞായറും ആഴ്ചയിൽ റിവിഷൻ കൊണ്ടുവരണം. ഏതാണോ പാടുള്ള ഭാഗങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. സ്കൂൾ ടെസ്റ്റിന് ഇമ്പോർട്ടന്റ് കൊടുക്കുക. അതിനൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം, മാത്സ് അല്ലെങ്കിൽ സ്കൂൾ ടെസ്റ്റിന് ഇമ്പോർട്ടന്റ് കൊടുക്കുക, കറണ്ട് അഫേഴ്സ് കൂടെ കൊണ്ടുപോവുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ അങ്ങ് പെർഫെക്റ്റ് ആയിട്ട് മാറുമെന്നേ. അല്ലാതെ അറ്റവും മൂലം നോക്കിയിട്ട് പരീക്ഷ വിളിക്കുന്ന സമയത്ത് പഠിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഓക്കെ, അപ്പം എന്നാൽ കഴിയുന്ന ഒരു സീരീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. LP UP പ്രീവിയസ് ചോദ്യം പേപ്പർ പാർട്ട് 1ലേക്ക് കിടക്കുക. നമുക്ക് കിടക്കാം. ഓക്കെ, ഒന്നാമത്തെ ഞാൻ ഒരു ചോദ്യ പേപ്പർ കണ്ടപ്പം ഒന്നാമത്തെ ചോദ്യത്തിൽ വന്ന നല്ലൊരു ചോദ്യമാണ്. അതിന്റെ അനുബന്ധ ഫാക്ട്സും ഞാൻ പറയാം. ഈ അസ്ഥികളെയും പേശികളുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതെന്ന്. ഇതാണ് ഈ അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ. അസ്ഥികളെ പേശികളുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത് എന്നാണ്. ടെൻഡനുകൾ. അസ്ഥികളെ പേശികളുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? അസ്ഥികളെ പേശികളുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ടെൻഡനുകളാണ്. പക്ഷെ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിച്ച് പോകുന്ന യോജക കല സ്നായുക്കൾ എന്ന് വിളിക്കുന്നു. അസ്ഥികളെ പേശികളുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? ടെൻഡനുകൾ. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? സ്നായുക്കൾ. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള കല ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് നാഡീകല, ആവരണകല ഇങ്ങനെ പറയാറില്ലേ. പേശികല, യോജക കല. ഇതിലെ യോജക കലയാണ് ഏറ്റവും കൂടുതലുള്ളത്. ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കല ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാണ്? യോജക കല. അതിലെ രക്തം, തരുണാസ്ഥി, അസ്ഥികള്, ഈ ടെൻഡനുകൾ, സ്നായുക്കൾ ഇതെല്ലാം വരുന്ന അതിനകത്ത്.
ഇതിനകത്താണ്. അപ്പൊ അസ്ഥികളെ പേശികളുമായി ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് ടെൻഡനുകൾ. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? സ്നായുക്കൾ. ഈ അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആരോഗ്യത്തിനും ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിൻ ഡി ആണ് അല്ലെ. അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി ആണ് അല്ലെ. അസ്ഥികളെ കുറിച്ചുള്ള പഠനമല്ലേ ഓസ്റ്റിയോളജി. അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഏതെന്ന് ചോദിച്ചാൽ എത്രയാണ്? ഓസ്റ്റിയോളജി. ഒരു മനുഷ്യന് എത്ര അസ്ഥികളുണ്ട്? പൊതുവെ 206 അസ്ഥികളുണ്ട് അല്ലെ. നവജാത ശിശുവിന് എന്ന് എടുത്തു ചോദിച്ചാൽ നമ്മൾ 300 അസ്ഥികളാണ് ഉള്ളത്. ഒരു മനുഷ്യന് എത്ര അസ്ഥികൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 206 അസ്ഥികളാണ് നമ്മൾ പറയുന്നത് അല്ലെ. ഈ അസ്ഥികൾക്ക് ആരോഗ്യത്തിന് ആവശ്യമായ ലോഹം ഏത് എന്ന് ചോദിച്ചാൽ കാൽസ്യം നമുക്ക് പറയാം അല്ലെ. അപ്പം അസ്ഥികൾക്ക് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി. അസ്ഥികൾക്ക് ആവശ്യമായ ലോഹം ഏതെന്ന് ചോദിച്ചാൽ ഏതാ? ലോഹം കാൽസ്യമാണ് നമ്മൾ പറയേണ്ടത് അല്ലെ. അതുപോലെ അസ്ഥികളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ആണ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓക്സിജൻ ആണ്. അപ്പൊ അതും തിരിഞ്ഞു പോരുതേ. അപ്പം അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ലോഹം കാൽസ്യം ആണെങ്കിലും അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാണ്? ഓക്സിജൻ ആണ് നമ്മൾ പറയേണ്ടത്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഈ അസ്ഥികളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. അസ്ഥികളെ ബാധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ ആർത്രൈറ്റിസ്. ഈ രോഗം എപ്പോഴും അസ്ഥികളെ ബാധിക്കുന്ന അസ്ഥികൾ എന്ന് പറയും. അതുപോലെ ഓസ്റ്റിയോപോറസിസ്, ഓസ്റ്റിയോമലേഷ്യ, റിക്കറ്റ്സ് കേട്ടിട്ടില്ലേ? റിക്കറ്റ്സ് കണ വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാവുന്ന രോഗം ഏത്? റിക്കറ്റ്സ് അഥവാ കണ. അപ്പൊ അസ്ഥികളെ ബാധിക്കുന്ന കുറച്ച് രോഗങ്ങളുടെ പേരുകൾ പറഞ്ഞേടെ. ഒന്ന് ഓസ്റ്റിയോപോറസിസ്, പിന്നെ ഓസ്റ്റിയോമലേഷ്യ, ആർത്രൈറ്റിസ്, പിന്നെ എന്ത് പഠിക്കാം? പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഏറ്റവും റിക്കറ്റ്സ് അഥവാ കണ കേട്ടോ. റിക്കറ്റ്സ് അഥവാ കണ ഏത് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്? അതൊന്ന് ഓർത്തു വെച്ചിരിക്കുക. റിക്കറ്റ്സ് അഥവാ കണ എന്ന് പറയുന്നത്. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യത്തെ അസ്ഥി ബാങ്ക് വന്നത് ചെന്നൈയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു അസ്ഥി ബാങ്ക് വന്നത് എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് എവിടെയാണ്? ചെന്നൈയിലാണ്. അതുപോലെ ഈ നമ്മുടെ മുട്ടുചിരട്ട കേട്ടിട്ടുണ്ടോ? മുട്ടുചിരട്ട ഇത് ആവർത്തിക്കാറുണ്ട്. ഇതിന്റെ ശാസ്ത്രീയ നാമമാണ് പാറ്റല്ല. അപ്പൊ മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം എന്താണ്? പാറ്റല്ല. നമ്മുടെ അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താന്ന് ചോദിച്ചാൽ കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അപ്പൊ അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം ഏതെന്ന് വെച്ചാൽ. അപ്പൊ നമ്മൾ 2 ക്വസ്റ്റ്യൻ പഠിച്ചു. അസ്ഥികളെ പേശികളുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? ടെൻഡനുകൾ. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? സ്നായുക്കൾ. അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓസ്റ്റിയോളജി. പഠനം ഏതാണ്? ഓസ്റ്റിയോളജി. പിന്നെ നമ്മൾ ഒരു മനുഷ്യ ശരീരത്തിൽ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര? 206. നവജാത ശിശുക്കളിൽ എത്ര? 300. പിന്നെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ല് അഥവാ ഫീമർ ആണ് അല്ലെ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? തുടയെല്ല് അഥവാ ഫീമർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാ? അത് ചെവിയിലെ സ്റ്റേപ്പിസ് അല്ലെ. ചെവിയിൽ 3 അസ്ഥികളല്ലേ? മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ്, ഇങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്നത്. അതിൽ ഏറ്റവും ചെറിയ അസ്ഥി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്റ്റേപ്പിസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. അപ്പൊ അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഡി ആണ്. അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ലോഹം കാൽസ്യമാണ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഓക്സിജൻ ആണ്. മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം പറഞ്ഞേ. മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം പാറ്റല്ല. അസ്ഥികളെ ബാധിക്കുന്ന കുറച്ച് രോഗങ്ങളെ പറഞ്ഞേ. ആർത്രൈറ്റിസ്, റിക്കറ്റ്സ് അഥവാ കണ, ഓസ്റ്റിയോപോറസിസ്, ഓസ്റ്റിയോമലേഷ്യ, ഇതൊക്കെ അസ്ഥികളെ ബാധിക്കുന്ന രോഗങ്ങളാണ്. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താണ്? കാഠിന്യത്തിന് കാരണം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഏതാ? ഓസ്റ്റിയോളജി. ഇനി ഈ സന്ധികളെ കുറിച്ചുള്ള പഠനം കേട്ടിട്ടുണ്ടോ? ആർത്രോളജി കേട്ടിട്ടുണ്ടോ? സന്ധികളെ കുറിച്ചുള്ള പഠനം ഏതാണ്? ആർത്രോളജി. അതോ ഇന്ത്യയിൽ ആദ്യത്തെ അസ്ഥി ബാങ്ക് വന്നത് ചെന്നൈയിലാണ്. ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ ഒന്നാമത്തെ ഒരുവിധം ഏകദേശം ഒരു ഐഡിയ കിട്ടിയ ഒന്നാമത്തതിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ പഠിച്ചു അല്ലെ. അസ്ഥികൾ 206 ആണ്. അതിന് വേണമെങ്കിൽ അതൊക്കെ 9ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റ് അതിന്റെ കറക്റ്റ് ഓർഡർ തിരിച്ചിട്ടുണ്ട്. തലയോട് 29, തോൾവലയം 4 എണ്ണം. തലയോട് 29 ഉണ്ട്, തോൾവലയം 4 എണ്ണം ഉണ്ട്. തോൾവലയം എത്രയാണ്?
4 ഉണ്ട്. മാറല് ഒരെണ്ണമാണ്. മാറല് എത്രയാണ്? ഒരെണ്ണം. വാരിയല് 24. അപ്പൊ തലയോട് 29, തോളല് 4, തോൾ വലയം എന്ന് പറഞ്ഞാൽ മതി. തോൾ വലയം 4, മാറല് 1, വാരിയല് എത്രയാണ്? 24. നട്ടല് 26 ഉണ്ട്. നട്ടല് എത്ര? 26 ആണ് നട്ടല്. കൈ 60, കാല് 60. കയ്യിലെ അസ്ഥികൾ 60, കാലിലെ അസ്ഥികൾ എത്രയാണ്? 60 ആണ്. കയ്യിലും കാലിലെ അസ്ഥികൾ 60. ഇനി നമ്മൾ ഇടുപ്പല്ലുണ്ട്. ശ്രോണി വലയം 2 എണ്ണമാണ്. ശ്രോണി വലയം എത്രയാണ്? 2. അങ്ങനെയാണ് ആകെ 206 അസ്ഥികൾ. അപ്പൊ ഒന്നും കൂടെ പറയട്ടെ. തലയോട് 29, തലയോട് എത്രയാണ്? 29. തോൾ വലയം 4, തോൾ വലയം എത്ര? 4. മാറല് 1, മാറല് 1, വാരിയല് 24, മാറല് 1, വാരിയല് 24, നട്ടല് 26, നട്ടല് 26. കയ്യില് 60, കാലില് 60, പിന്നെ ഒരാളും കൂടെ ഉണ്ട്. ശ്രോണി വലയം അഥവാ ഇടുപ്പല്ല് 2 എണ്ണമാണ്. ഇതെല്ലാം കൂടെ ചേരുമ്പോ എത്ര? 206. സെറ്റ് ആണല്ലോ അല്ലെ? അപ്പൊ അത് സാർമാര് പഠിപ്പിക്കും. അപ്പൊ ഒന്നും കൂടെ ഒന്ന് റിവിഷൻ നടത്തി വെച്ചിരിക്കണം. നമ്മുടെ രണ്ടാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. രണ്ടാമത്തെ ചോദ്യം നോക്കേ. പൂക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതെന്ന്? പൂക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ആന്തോസയാനിൻ. മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിൻ. പൂക്കൾക്ക് മഞ്ഞ നിറം നൽകുന്നത് ആരാടെ? സാന്തോഫിൻ. പൂക്കൾക്ക് മഞ്ഞ കറന്ന ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണവസ്തുവാടെ കരോട്ടിൻ. കരോട്ടിൻ. അപ്പൊ പൂക്കൾക്ക് ചുവപ്പ് അല്ലെങ്കിൽ പർപ്പിൾ നിറം നൽകുന്നത് ആരാടെ? ആന്തോസയാനിൻ. ചീരയ്ക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതെന്ന് ചോദിച്ചാലും നിങ്ങൾ ആന്തോസയാനിൻ പറയാം കേട്ടോ. ചീരയ്ക്ക് ചുവപ്പ് നിറം ഏതാ? ആന്തോസയാനിൻ പറയാം. പൂക്കൾക്ക് ചുവപ്പ് നിറവും ആന്തോസയാനിൻ. പൂക്കൾക്ക് മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിൽ കേട്ടോ. അതുപോലെ ഈ മുട്ടയുടെ മഞ്ഞക്കുരുവിൽ അടങ്ങിയിരിക്കുന്ന മഞ്ഞയില്ലേ, മുട്ടയിലെ മഞ്ഞക്കുരു, അതിലെ മഞ്ഞയ്ക്ക് കാരണവും സാന്തോഫിൽ പറയാം. അപ്പൊ മുട്ടയുടെ മഞ്ഞക്കുരുവിന് കാരണം എന്താണ്? സാന്തോഫിൽ. അപ്പൊ പൂക്കൾക്ക് മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? കരോട്ടിനാണ്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ പൂക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്നത് ആന്തോസയാനിൻ ആണ്. ഓർത്തു വെച്ചിരിക്കണേ. അത് നല്ലൊരു പോയിന്റ് ആണ്. അതും സ്കൂൾ ടെസ്റ്റിൽ നിന്ന് അവരിട്ട ക്വസ്റ്റ്യൻ. അപ്പൊ ആ സ്കൂൾ ടെസ്റ്റിൽ ആ പോർഷനിലെ 3 എണ്ണവും ഞാൻ എഴുതിയിട്ടുണ്ട്. അതൊന്ന് പഠിച്ചുകൊണ്ട് വരണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ. ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഏറ്റവും ചെറിയ കണിക ഏതാണ്? ആറ്റം എന്നതാണ്. ആറ്റം. അടുത്ത നോക്കിയേ. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക തന്മാത്ര. കണ്ടോ? ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക ആറ്റമാണ്. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക ഏതാണ്? തന്മാത്രയാണ്. രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധ പദാർത്ഥങ്ങളെ എന്ത് വിളിക്കാം? മൂലകങ്ങൾ എന്ന് വിളിക്കാം. രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധ പദാർത്ഥങ്ങളെ മൂലകങ്ങൾ എന്ന് വിളിക്കാം. ഓർത്തു വെച്ചിരിക്കണേ. ഈ ആറ്റത്തെ നമ്മുടെ കെമിസ്ട്രിയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? കെമിസ്ട്രിയുടെ പിതാവ് റോബർട്ട് ബോയിലാണ് അല്ലെ? കെമിസ്ട്രിയുടെ പിതാവ് ആരാണ്? റോബർട്ട് ബോയിൽ. ആധുനിക കെമിസ്ട്രിയുടെ പിതാവാണ് ലവോസിയ. ആധുനിക കെമിസ്ട്രിയുടെ പിതാവ് ആരാണ്? ലവോസിയ. ഫ്രഞ്ച് വിപ്ലവത്തിൽ ഗില്ലറ്റിനാൽ കൊല്ലപ്പെട്ട ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചിട്ടില്ലേ? ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഗില്ലറ്റിൻ എന്ന ആയുധത്താൽ കൊല്ലപ്പെട്ട ശാസ്ത്രജ്ഞനും ലാവോസിയാണ്. അപ്പൊ രസതന്ത്രത്തിന്റെ കെമിസ്ട്രിയുടെ പിതാവ് റോബർട്ട് ബോയിൽ ആണെങ്കിലും ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ആരാണ്? നമ്മുടെ ലാവോസിയ. എന്നാ കെമിസ്ട്രി വർഷം എന്താണ്? UNO കെമിസ്ട്രി വർഷമായിട്ട് ആചരിക്കുന്നത് 2011 അല്ലെ? UN കെമിസ്ട്രി വർഷം എന്നാണ്? 2011 അല്ലെ? 2011. ആറ്റം സിദ്ധാന്തത്തിന്റെ പിതാവാരാ? ജോൺ ഡാൾട്ടൺ. ആറ്റം സിദ്ധാന്തത്തിന്റെ പിതാവാരാ? ജോൺ ഡാൾട്ടൺ. നമ്മൾ ബയോളജിയിൽ അദ്ദേഹത്തിന്റെ ഒരു രോഗം പഠിച്ചിട്ടില്ലേ? ഡാൾട്ടനിസം എന്നറിയപ്പെടുന്ന രോഗം ഏതാ? വർണ്ണാന്തത അല്ലെ? ഡാൾട്ടനിസം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? വർണ്ണാന്തതയാണ് ഡാൾട്ടനിസം എന്നറിയപ്പെടുന്നത്. അപ്പൊ ആറ്റം സിദ്ധാന്തത്തിന്റെ പിതാവാരാ? ആറ്റം സിദ്ധാന്തത്തിന്റെ പിതാവ് ജോൺ ഡാൾട്ടൺ. ഈ ജോൺ ഡാൾട്ടന് വർണ്ണാന്തത ഉണ്ടായത് കൊണ്ടാണ് ഈ ഒരു പേര് അതിൽ കിട്ടി. വർണ്ണാന്തതയ്ക്ക് ഡാൾട്ടനിസം എന്ന് പറയുന്നത്. ഒരു ആറ്റത്തിന്റെ 3 മൗലിക കണങ്ങളല്ലേ? ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ. ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് J.J. തോംസൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് അല്ലെ? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് J.J. തോംസൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ്. ഏണസ്റ്റ് റുദർഫോർഡ് എന്ന് പറയണേ. നമുക്ക് 2 റുദർഫോർഡ് ഉണ്ട്. ഡാനിയൽ റുദർഫോർഡും ഉണ്ട്, ഏണസ്റ്റ് റുദർഫോർഡും ഉണ്ട്. ഏണസ്റ്റ് റുദർഫോർഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാ? ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. ആറ്റത്തിന് ചാർജ് ഉണ്ടോ? ആറ്റത്തിന് ചാർജ് ഉണ്ടോ? ഇല്ല. ആറ്റത്തിന്റെ ചാർജ് ഇല്ല. ആറ്റത്തിന് ചാർജ് ഇല്ല അല്ലെ? അപ്പൊ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? J.J. തോംസൺ ആണ്. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കണേ. അപ്പം അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ആ ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയെ നമുക്ക് എന്ത് വിളിക്കാം? ആറ്റം എന്ന് വിളിക്കാം. ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്.
പറയുന്നത്. അത് പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ അതൊക്കെ ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് PSC പരീക്ഷയ്ക്ക്. അതുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം സയൻസ് സാർമാർ പഠിപ്പിക്കുമ്പോൾ ഒന്ന് റിവിഷൻ നടത്തി വെച്ചിരിക്കണേ. ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ അല്ലെ. ആറ്റത്തിന് പോസിറ്റീവ് ചാർജുള്ള കണം ഏതാ? പ്രോട്ടോൺ. നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺ ആണെങ്കിൽ പോസിറ്റീവ് ചാർജ് ഏതാണ്? പ്രോട്ടോണിനാണ്. ആറ്റത്തിന്റെ ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ ആണ്. ആറ്റത്തിന്റെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? ന്യൂട്രോൺ ആണ്. ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ്, ഫിംഗർ പ്രിന്റ് എന്നൊക്കെ വിളിക്കുന്നത് പ്രോട്ടോണിനെയാണ്. ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ്, ഫിംഗർ പ്രിന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്തിനാണ്? പ്രോട്ടോൺ. അപ്പൊ പ്രോട്ടോണിന്റെ ചാർജ് എന്താ? പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവും ന്യൂട്രോണിന്റെ ചാർജ് ഇല്ല. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. അതുപോലെ ഈ ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ മാതൃക കേട്ടിട്ടുണ്ടോ? പ്ലം പുഡിംഗ് മോഡൽ, റൈസിംഗ് പുഡിംഗ് മോഡൽ, വാട്ടർമെലൺ മോഡൽ ഇതൊക്കെ അവതരിപ്പിച്ചത് JJ തോംസൺ ആണ്. JJ തോംസന്റെ ആറ്റം മോഡലെ വിളിക്കുന്ന പേരാണ് പ്ലം പുഡിംഗ് മോഡൽ എന്ന് വിളിക്കാം. അതുപോലെ റൈസിംഗ് പുഡിംഗ് മോഡൽ എന്ന് വിളിക്കാം. അതുപോലെ വാട്ടർമെലൺ മോഡൽ എന്നൊക്കെ വിളിക്കുന്നത് JJ തോംസന്റെ ആറ്റം മോഡൽ അറിയപ്പെടുന്നത്. അതുപോലെ ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക കണ്ടെത്തിയത് ആരെന്ന് വെച്ചിട്ടുണ്ട്? അത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക കണ്ടെത്തിയത് ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചിരിക്കണേ. അപ്പം ഇതൊന്നും കൂടെ പറഞ്ഞ്, ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക ആറ്റമാണെങ്കിൽ സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക ഏതാണ്? തന്മാത്ര. രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധ പദാർത്ഥങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? മൂലകങ്ങൾ എന്ന് വിളിക്കാം. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഐസോടോപ്പ്, ഐസോബാർ, ഐസോടോണുകൾ എന്താണെന്ന് നോക്കാം നമുക്ക്. ഐസോടോപ്പ് ഉണ്ട്, ഐസോബാർ ഉണ്ട്, ഐസോടോണുകളുണ്ട്. എന്താ ഐസോബാർ? ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളെ ഐസോബാറുകൾ എന്ന് വിളിക്കുന്നു. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുള്ള ആറ്റങ്ങളെ എന്ത് വിളിക്കുന്നു? അത് ഐസോബാർ എന്ന് വിളിക്കുന്നു. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറും ആകുമ്പോൾ ഐസോബാർ, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറും ആകുമ്പോൾ ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളെ ഐസോടോണുകൾ എന്ന് വിളിക്കുന്നു. ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളെ എന്ത് വിളിക്കാണ്? ഐസോടോണുകൾ എന്ന് വിളിക്കാം. അപ്പൊ ഐസോബാർ, ഐസോടോപ്പ്, ഐസോടോണുകൾ അതും PSCക്ക് ഒരുവിധ LDC, LGS എല്ലാ പരീക്ഷയ്ക്കും ഇത് പൊതുവേ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ നിങ്ങൾക്ക് ചോദിക്കാറുള്ള ഈ തന്മാത്ര എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന പേരെന്താ? അവോഗാഡോ അല്ലെ. അവോഗാഡോ സ്കൂളിൽ പഠിക്കുമ്പോഴേ നമ്മൾ തന്മാത്ര എന്ന് കേട്ടാലേ അവോഗാഡോ സംഖ്യ എന്ന് കേൾക്കാറില്ലേ? അപ്പൊ തന്മാത്ര എന്ന് പറയുന്നത് തന്നെ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ആളിന്റെ പേരാണ് അവോഗാഡ്രോ എന്ന് വിളിക്കുന്നത്. തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ആളിന്റെ പേരെന്താണ്? അവോഗാഡ്രോ എന്ന് വിളിക്കുന്നത്. പ്രപഞ്ചത്തിലെ ഇഷ്ടികകൾ എന്ന തന്മാത്രയ്ക്ക് ഒരു അപരനാമമുണ്ട്. തന്മാത്ര വിളിക്കുന്നത് പ്രപഞ്ചത്തിലെ ഇഷ്ടികകൾ. നമ്മൾ കൊഹിഷൻ, അഡിഹിഷൻ എന്നീ വേർഡുകൾ കേട്ടിട്ടുണ്ട്. അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൊഹിഷൻ, അഡിഹിഷൻ. എന്താണ് കൊഹിഷൻ? ഒരേപോലുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ അല്ലെ. ഒരേപോലുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏതാണ്? കൊഹിഷൻ. വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏതാ? അഡിഹിഷൻ. വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏതാണ്? അഡിഹിഷൻ എന്ന് വിളിക്കുന്നു. അപ്പൊ തന്മാത്ര എന്ന പദം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഏതാ? അവോഗാഡ്രോ. നമ്മളെന്താ ഈ അവോഗാഡോ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? അവോഗാഡോ നമ്പർ എത്ര എന്ന് ചോദിക്കാറില്ലേ? എന്താണ് ഈ അവോഗാഡോ നമ്പർ? ഒരു മോൾ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ ആകെ എണ്ണം. ഒരു മോൾ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ ആകെ എണ്ണത്തെ എന്ത് വിളിക്കാം? അവോഗാഡോ സംഖ്യ എന്ന് വിളിക്കാം. എത്ര അവോഗാഡോ സംഖ്യ എന്ന് പറഞ്ഞേ? 6.022 into 10⁻²². അപ്പൊ 10⁻23 ആണ്. അപ്പൊ 6.022 into 10⁻23 ആണ് നമ്മൾ എന്ത് വിളിക്കേണ്ടത്? അവോഗാഡോ സംഖ്യ എന്ന് വിളിക്കുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ അത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ മോൾ ദിനം എന്നാന്ന് പഠിച്ചു വെച്ചിരിക്കണം. മോൾ ദിനം ഒക്ടോബർ 23 നമ്മൾ എന്ത് വിളിക്കുന്നത്? മോൾ ദിനം. അപ്പൊ അവോഗാഡോ സംഖ്യ എത്രയാണ്? 6.022 into 10⁻23. എന്നാ UN കെമിസ്ട്രി വർഷം, ഐക്യരാഷ്ട്ര സംഘടനയുടെ UN കെമിസ്ട്രി വർഷം എന്ന 2011. സെറ്റാണല്ലോ. അപ്പം തന്മാത്രകള് അതൊക്കെ ഡീറ്റെയിൽ പറയാം. ഞാനിപ്പോ ഒരു ഐഡിയ തന്നേ ഉള്ളേ. ഇത് പരീക്ഷയ്ക്ക് 8ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റ് കിടക്കുന്ന ഒരു പോർഷനാണ്. രാസപ്രക്രിയയിലൂടെ വിഘടിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധ പദാർത്ഥങ്ങൾ ഏതാ? മൂലകങ്ങൾ. അത് ചോദിച്ചിട്ടുണ്ട്.
മൂലകങ്ങളെ കുറിച്ച് ഞാൻ 2-3 ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. നമുക്ക് മൊത്തം എത്ര മൂലകങ്ങളുണ്ട്? 118 മൂലകങ്ങൾ. അവസാനം കണ്ടുപിടിച്ചത് 118 അല്ലേ? ഒഖാനസൻ അല്ലേ? പ്രൊനൗൺസിയേഷൻ ഒരു രീതിയിൽ ഒഖാനസൻ എന്ന് പറയുന്നതാണ് 118ാമത്തെ മൂലകം. 117ാമത്തെ മൂലകമാണ് ടെന്നീസൺ. ടെന്നീസൺ 117ാമത്തെ മൂലകം. മോസ്കോവിയം കേട്ടിട്ടുണ്ടോ? 115ാമത്തെ മൂലകം മോസ്കോവിയം. 113ാമത്തെ മൂലകമാണ് നമ്മുടെ ഒരു ഏഷ്യൻ രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന നിഹോണിയം. അപ്പൊ ഒരു ഏഷ്യൻ രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. 113ാമത്തെ മൂലകമായ നിഹോണിയമാണ്. അത് ജപ്പാന്റെ പേരിലാണ്. ജപ്പാന്റെ പഴയ പേരാ നിപ്പോൺ എന്നൊക്കെ പറയുന്നത്. അപ്പൊ 113 നിഹോണിയം. അതുപോലെ റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയുടെ പേരിലാണ് 115ാമത്തെ പുതിയ മൂലകം കണ്ടുപിടിച്ചത്. 115ാമത്തെ മൂലകം ഏതാണ്? 115ാമത്തത് മോസ്കോവിയം. 117 ടെന്നിസൺ. 118 ഒഖാനസൻ. ഓർത്തു വെച്ചിരിക്കണേ, അത് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഈ ഭൂമിയിലെ ജീവൻ അടിസ്ഥാനമായ മൂലകം ഏതാ? ഭൂമിയിലെ ജീവൻ അടിസ്ഥാനമായ മൂലകം അത് കാർബൺ. ഒരു ഭൂമിയുടെ ജീവൻ അടിസ്ഥാനമായ മൂലകം ഏതെന്ന് ചോദിച്ചാൽ കാർബൺ ആണ്. അതുപോലെ ആവർത്തിക്കുന്ന ഒരു ക്വസ്റ്റ്യനാ, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം. സ്കൂൾ ടെസ്റ്റിൽ ഉള്ളതാ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഫ്ലൂറിൻ ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉണ്ട്, ഇലക്ട്രോ അഫിനിറ്റി ഉണ്ട് അല്ലെ? ഇലക്ട്രോ അഫിനിറ്റി ഇല്ലേ? അത് തെറ്റിപ്പോരുത്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ആർക്കെന്ന് ചോദിച്ചാൽ ഫ്ലൂറിൻ പറയണം. ഇലക്ട്രോ അഫിനിറ്റി ഏറ്റവും കൂടുതൽ ക്ലോറിൻ ആണ്. ഇലക്ട്രോ അഫിനിറ്റി ഏറ്റവും കൂടുതൽ ഏതാത്? ക്ലോറിൻ. ഇനി ഇലക്ട്രോ പോസിറ്റിവിറ്റി ഉണ്ട്. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതൽ സീസിയത്തിനാണ്. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഏതാ? സീസിയം. അപ്പൊ അതൊന്നും കൂടെ പറയാം. ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഇലക്ട്രോ പോസിറ്റിവിറ്റി, ഇലക്ട്രോ അഫിനിറ്റി. ഇത് കൂടുതലുള്ളത് നോക്കുക. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഫ്ലൂറിൻ, ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതൽ സീസിയം, ഇലക്ട്രോൺ അഫിനിറ്റി ഏറ്റവും കൂടുതലുള്ളത് ക്ലോറിൻ ആണ്. അത് സെറ്റ് ചെയ്തോണേ. ഈ നമ്മുടെ ജീവികളുടെ DNA-യിലും RNA-യിലും കാണപ്പെടുന്ന മൂലകമല്ലേ ഫോസ്ഫറസ്? ജീവികളുടെ DNA-യിലും RNA-യിലും കാണപ്പെടുന്നത് ഏതാണ്? ഫോസ്ഫറസ് ആണ്. അതൊന്ന് ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ സൗര സെല്ലിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏത്? സൗര സെല്ലിന്റെ നിർമ്മാണത്തിനാണ് സിലിക്കൺ. സിലിക്കൺ എന്ന് പറയുന്നത് സൗര സെല്ലിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാ? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ആണ് അല്ലെ? 2ാം സ്ഥാനത്തല്ലേ ഹീലിയം. അപ്പൊ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഏതാ? ഹൈഡ്രജൻ. 2ാം സ്ഥാനത്ത് ഏതാണ്? ഹീലിയമാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഏതാ? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജൻ. 2ാം സ്ഥാനത്ത് ഓക്സിജൻ. 2ാം സ്ഥാനത്ത് ആരാണ്? ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാ? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ആണ്. 2ാം സ്ഥാനത്ത് സിലിക്കൺ ആണ്. 2ാം സ്ഥാനത്ത് ഏതാ? സിലിക്കൺ. അപ്പൊ അത് ആ 3 എണ്ണം ഒന്നും കൂടെ ഒന്ന് പറയട്ടെ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ. 2ാം സ്ഥാനത്ത് ഹീലിയം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജൻ. 2ാം സ്ഥാനത്ത് ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. 2ാം സ്ഥാനത്ത് സിലിക്കൺ ആണ്. 2ാം സ്ഥാനത്ത് ഏതാണ്? സിലിക്കൺ ആണ് അല്ലെ? അതുപോലെ 9ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റ് കിടക്കുന്നതാണ്. ഏത് മൂലകത്തിന്റെ സാന്നിധ്യമാണ് വജ്രത്തിന്റെ നീല നിറത്തിന് കാരണം? വജ്രത്തിന്റെ നീല നിറം. അപ്പൊ വജ്രത്തിന്റെ നീല നിറത്തിന് കാരണം ബോറോൺ ആണ്. വജ്രത്തിന്റെ നീല നിറത്തിന് കാരണം ഏതാണ്? ബോറോൺ ആണ്. അതുപോലെ വജ്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം നൈട്രജൻ ആണ്. വജ്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം ഏതാ? നൈട്രജൻ ആണ്. അതൊന്ന് ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ വജ്രത്തിന്റെ നീല നിറത്തിന് കാരണം ബോറോണും വജ്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം ഏതാണ്? നൈട്രജൻ ആണ് അല്ലെ? അതൊക്കെ ഓർത്തു വെച്ചിരിക്കണേ. ഈ ഓക്സിജനും ഹൈഡ്രജനും ഒക്കെ ആ പേര് കൊടുത്തത് ലാവോസിയ. ഓക്സിജനും ഹൈഡ്രജനും ആ പേര് കൊടുത്തത് ലാവോസിയാണ്. ഹൈഡ്രജൻ എന്ന വാക്കിന് അർത്ഥമാണ് ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഹൈഡ്രജൻ എന്ന വാക്കിന് അർത്ഥം എന്താ? ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്സിജൻ എന്ന വാക്കിന് അർത്ഥം എന്താ? ആസിഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഹൈഡ്രജൻ എന്ന വാക്കിനർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത്, ഓക്സിജൻ എന്ന വാക്കിനർത്ഥം എന്താണ്? ആസിഡ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഓരോന്നോരോന്ന് പറഞ്ഞു പോയ 3ാമത്തെ ചോദ്യമായുള്ളത്. നമുക്കൊന്ന് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം നോക്കെ, രക്തത്തിന് ചുവപ്പ് നിറത്തിന് കീഴിൽ നൽകുന്ന ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന ലോകം ഏതെന്ന്? ഇരുമ്പ്. ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന ഏതാണ്? ഇരുമ്പ്. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് എന്ത് വേണം? കാൽസ്യം. അത് നേരത്തെ പറഞ്ഞു. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന നമ്മുടെ ക്ലോറോഫിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? അത് മഗ്നീഷ്യമാണ്. അപ്പം രക്തത്തിന്റെ ചുവപ്പ് നിറത്തിലെ ഹീമോഗ്ലോബിനിൽ ഇരുമ്പ്, എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് കാൽസ്യം,
ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്നത് മഗ്നീഷ്യം, അതുപോലെ ഇൻസുലിൻ, കണ്ണുനീര് ഇവയിൽ അടങ്ങിയിരിക്കുന്നത് സിങ്ക് ആണ്. ഇൻസുലിൻ, കണ്ണുനീരിലൊക്കെ അടങ്ങിയിരിക്കുന്നത് ഏതാണ്? സിങ്ക്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം ചോദിച്ചാൽ ഏതാണ്? അലൂമിനിയം. ലോഹം ചോദിച്ചാൽ ഏതാ? അലൂമിനിയം. ഇതും 8ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ അതിന്റെ അനുബന്ധ ഫാക്ട്സ് എടുത്തേ. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞ ഹീമോഗ്ലോബിനിൽ ഇരുമ്പ്, നമ്മുടെ എല്ലുകളുടെയും അസ്ഥികളുടെയും വളർച്ചയ്ക്ക് കാൽസ്യം, പിന്നെ ഏതായിരുന്നു? ഹരിതകത്തിൽ, അതാണ് വെരി വെരി ഇമ്പോർട്ടന്റ്, ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ഏതാണ്? മഗ്നീഷ്യം. രാസസൂര്യൻ എന്ന് വിളിക്കുന്നത് മഗ്നീഷ്യത്തെയാണ്. രാസസൂര്യൻ ഏതാ? മഗ്നീഷ്യം. ഇൻസുലിൻ അടങ്ങിയിരിക്കുന്നത് സിങ്ക്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? അലൂമിനിയം ആണ്. അടുത്ത കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗത അളക്കുന്ന യൂണിറ്റ് ആണ് നോട്ട് എന്ന് വിളിക്കുന്നത്. കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗത അളക്കുന്ന യൂണിറ്റ് ഏതാ? നോട്ട്. വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്ന യൂണിറ്റ് നോട്ടിക്കൽ മൈൽ എന്ന് വിളിക്കുന്നു. ഏതായിരുന്നു അത്? ദൂരം. കണ്ടോ, ദൂരം അളക്കുന്ന യൂണിറ്റ് നോട്ടിക്കൽ മൈൽ. വേഗത അളക്കുന്ന യൂണിറ്റ് കപ്പലുകളുടെയും വിമാനങ്ങളുടെ ഏതാ? നോട്ട്. ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്റർ എന്ന് ചോദിക്കാം. 1.852 കിലോമീറ്റർ. ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്റർ ആണ്? 1.852 കിലോമീറ്റർ ആണ് ഒരു നോട്ടിക്കൽ മൈൽ. അപ്പം അത് ഒന്ന് പോയിന്റ് ആയിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അടുത്തതും ദാണ്ടെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യന്, കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോക സങ്കരം ഏതെന്ന്? അൽ നിക്കോ. ഏതായിരുന്നടെ? അൽ നിക്കോ. പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഈ ലോകസങ്കരങ്ങളുടെ നല്ലൊരു ടോപ്പിക്കാണ്. ലോകസങ്കരങ്ങൾ ഒന്ന് പഠിച്ചേക്കണം കേട്ടോ. അപ്പൊ ഇത് സ്കൂൾ ടെസ്റ്റ് കിടക്കുന്നത് കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകസങ്കരം ഏതാണ്? അൽ നിക്കോയാണ്. അൽ നിക്കോയാണ്. ഞാൻ 2-3 ചോദിച്ചോട്ടെ. മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ച ലോകസങ്കരം ഏതാ? മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ചത് ഓടാണ് അല്ലെ? മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ചത് ആരാണ്? ഓടാണ്. മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ച ലോകസങ്കരം എന്ന് വിളിക്കുന്നത്. അതുപോലെ ഓടിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടില്ലേ? ഓട് എന്ന് പറയുന്നത് ലോകസങ്കരം ആകുമ്പോൾ 2 എണ്ണമാണ്. ഓട് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ടിന്നും കോപ്പറുമാണ്. ടിന്നും എന്താണ്? കോപ്പറുമാണ് ഓട് എന്ന് പറയുന്നത്. ഓഡിക്കോ പിക്കോസി. പിച്ചള എന്ന് പറയുന്നത് കണ്ടില്ലേ? പിക്കോസി അല്ലെ? അത് കോപ്പറും സിങ്കും ചേരുന്നതാണ്. ഓഡിക്കോ പിക്കോസി. ഒരു കോഡൊക്കെ എല്ലാവരും പഠിക്കാറുണ്ട്. ഓടും പിച്ചളയും ചിലപ്പം ഘടകങ്ങൾ ഏതൊക്കെയാണെന്നോ. അപ്പോൾ ഓടിൽ എന്തൊക്കെയാണ്? ഓടിലെ ഘടകങ്ങൾ ടിന്നും കോപ്പറും, പിച്ചളയിൽ അടങ്ങിയിരിക്കുന്നത് കോപ്പറും സിങ്കുമാണ് കേട്ടോ. കോപ്പറും. അപ്പം ഞാൻ 2-3 ലോകസങ്കരങ്ങളുടെ പേര് വയ്ക്കാം. അപ്പൊ മനുഷ്യൻ ആദ്യം കണ്ടുപിടിച്ച ലോകസങ്കരം ഏത്? ഓടാണ്. വിമാനങ്ങളുടെ പുറം ഭാഗം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകസങ്കരം ഏത്? ചോദിച്ചിട്ടില്ലേ? വിമാനങ്ങളുടെ പുറം ഭാഗം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകസങ്കരമാണ് ഡുറാലുമിൻ. ഏതാണ്? ഡുറാലുമിൻ. അതുപോലെ ഓസ്കാർ ശില്പങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകസങ്കരമാണ് ബ്രിട്ടാനിയം. ഓസ്കാർ ശില്പങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകസങ്കരം ഏതാണ്? ബ്രിട്ടാനിയമാണ് ഓസ്കാർ ശില്പങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. പെൻഡുലം ക്ലോക്കിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോകസങ്കരമാണ് ഇൻവാർ. പെൻഡുലം ക്ലോക്കിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോകസങ്കരം ഏതാണ്? ഇൻവാർ എന്ന് വിളിക്കുന്നത്. അതുപോലെ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ, വെരി വെരി ഇമ്പോർട്ടന്റ് കൊടുത്തോ, ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകസങ്കരം നിക്രോം. ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകസങ്കരം ഏതാണ്? നിക്രോം ആണ് ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പം വിമാനങ്ങളുടെ പുറംഭാഗം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഡുറാലുമിനാണ്. ഓസ്കാർ ശില്പങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ബ്രിട്ടാനിയമാണ്. പെൻഡുലം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഇൻവാർ ആണ്. ഹീറ്റിംഗ് കോയിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് നിക്രോമാണ്. അതുപോലെ ഈ മെർക്കുറിയുടെ ലോകസങ്കരങ്ങളെ വിളിക്കുന്ന പേരാണ് അമാൽഗങ്ങൾ. അമാൽഗങ്ങൾ ആവർത്തിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. മെർക്കുറിയുടെ ലോകസങ്കരങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? അമാൽഗങ്ങൾ. കൃത്രിമ കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകസങ്കരം അൽ നിക്കോ. സ്വതന്ത്രമായി ചലിക്കത്തക്ക രീതിയിൽ ഒരു കാന്തത്തെ ക്രമീകരിച്ചാൽ അത് എപ്പോഴും തെക്ക് വടക്ക് ദിശയിലായിരിക്കും. ഏത് ദിശയിലാണ്? തെക്ക് വടക്ക് ദിശ. അത് 8ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിൽ ഉണ്ടായിരുന്നു. ഭൂമി ഒരു വലിയ കാന്തത്തെ പോലെ വർദ്ധിക്കുന്നു എന്നും ആദ്യം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ, അതുപോലെ ഭൂമിക്ക് തെക്കും വടക്കും ധ്രുവതകൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ വില്യം ഗിൽബർട്ട് ആണ്. വില്യം ഗിൽബർട്ട്. ഭൂമി ഒരു വലിയ കാന്തത്തെ പോലെ വർദ്ധിക്കുന്നെന്നും ഭൂമിക്ക് തെക്കും വടക്കും ധ്രുവതകൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? വില്യം ഗിൽബർട്ട്. അപ്പൊ കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകസങ്കരം ഏതാ? അത് അൽ നിക്കോ. അൽ നിക്കോ. ഓട് എന്ന് പറയുന്നത് ആരൊക്കെ ചേരുന്നതാ? ഓട് ടിന്നും കോപ്പറും, പിച്ചള എന്ന് പറയുന്നത് കോപ്പറും സിങ്കുമാണ്. സെറ്റാണല്ലോ? അതും ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, ഇനി ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് കാൾ ലിനേയസ്. കാൾ ലിനേയസ് ഇദ്ദേഹമാണ് ജീവികളുടെ ശാസ്ത്രീയ നാമങ്ങൾ കൊണ്ടുവന്ന ദിനാമ പദ്ധതി. ദിനാമ
പദ്ധതി, ദിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാരാണ്? കാൾ ലിനേയസ്. ജീവികളുടെ ശാസ്ത്രീയ നാമം കൊടുക്കത്തില്ലേടെ? മനുഷ്യൻ ഹോമോസാപ്പിയൻസ്, സിംഹം പന്തേറ ലിയോ, ടൈഗർ പന്തേറ ടൈഗ്രിസ് എന്നൊക്കെ വിളിക്കത്തില്ലേ? നാജ നാജ മൂർഖൻ, ബോസ്റ്റോറസ് പശു. പശുവിന്റെ ശാസ്ത്രീയ നാമം എന്താ? ബോസ്റ്റോറസ്. സിംഹവാലൻ കുരങ്ങന്റെ ശാസ്ത്രീയ നാമം അല്ലേ? മക്കാക്കാസിലനസ്. മക്കാക്കാസിലനസ്. അതുപോലെ വരയാടിന്റെ ശാസ്ത്രീയ നാമം നീലഗിരി ട്രാഗസ്. നീലഗിരി ട്രാഗസ്. അപ്പം സിംഹത്തിൻ്റെത് പന്തീറ ലിയോ, കടുവയുടെ പന്തീറ ടൈഗ്രിസ്, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ജീവികളുടെ ശാസ്ത്രീയ നാമങ്ങൾ ദിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാരാണ്? കാൾ ലിനേയസ് ആണ്. ഓക്കെ, ശാസ്ത്രീയ നാമങ്ങളൊക്കെ ഏത് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ലാറ്റിൻ ഭാഷയിലാണ് ഈ ശാസ്ത്രീയ നാമങ്ങൾ എല്ലാം എഴുതുന്നത്. അപ്പൊ ജീവികളുടെയും സസ്യങ്ങളുടെയും ശാസ്ത്രീയ നാമങ്ങൾ എഴുതിയിരിക്കുന്നത് ഏത് ഭാഷയിലാണ്? കാൾ ലിനേയസ്. അപ്പൊ ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് കാൾ ലിനേയസ് ആണ്. ഈ സ്പീഷ്യസ് എന്ന പദം ആദ്യമായി കൊണ്ടുവന്ന ആള് ജോൺ ഡ്രേ എന്ന് പറയുന്ന ആളാണ്. ജോൺ ഡ്രേ. ഇദ്ദേഹം 18,000-ലധികം സസ്യങ്ങളുടെ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റം എന്നൊരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ, അപ്പൊ അതിനകത്ത് സസ്യങ്ങളെ കുറിച്ച് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ കൃതിയായ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാ? ജോൺ ഡ്രേ. അതും സ്കൂൾ ടെസ്റ്റിൽ ഉള്ളതാ. അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. ഇനി 6 കിങ്ഡങ്ങളാക്കി തിരിച്ചതാര്? മനുഷ്യൻ ഉൾപ്പെടുന്ന ഡൊമിനിയൻ കിങ്ഡം, മൊണീറ, പ്രോട്ടിസ്റ്റ. ഇതൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ ഒന്ന് റിവിഷൻ നടത്തി തരാം. ഇപ്പൊ ഇത് ഇത്രയെന്ന് പഠിച്ചുണ്ടോ? അടുത്ത ചോദ്യം നോക്കേ. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പരിസ്ഥിതി ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന പ്രധാന കൃതിയുടെ പേരാണ് നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ്. കേട്ടോ, അപ്പൊ സൈലന്റ് സ്പ്രിംഗ് ഫേമസ് ചോദ്യമാണ്, ഒത്തിരി പരീക്ഷയ്ക്ക് ആവർത്തിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. സൈലന്റ് സ്പ്രിംഗ് എന്തിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ്? DDT, DP അല്ല, DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന പ്രധാന കൃതി ഏതാണ്? നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ്. അമേരിക്കൻ ഗവേഷകയായ റേച്ചൽ കാർഡ്സൺ ആണ് ഇത് എഴുതിയത്. കേട്ടോ, റേച്ചൽ കാർഡ്സന്റെ പ്രശസ്ത കൃതി ഏതാണ്? നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ് ആണ്. ഓർത്തോക്കെ. ഇനി കൃത്രിമ പാനീയങ്ങൾ നമ്മൾ കാണുമ്പോൾ ഒന്നുകിൽ കൃത്രിമ ഭക്ഷ്യപദാർത്ഥങ്ങളോ അല്ലെങ്കിൽ പാനീയങ്ങളിലോ മഞ്ഞ നിറവും അല്ലാതെ ചുവപ്പ് നിറവും കൂടുതലായിട്ട് കാണുന്നത് അല്ലെ. മഞ്ഞ നിറം നൽകുന്നത് ടാർട്രസിൻ എന്ന് പറയുന്നതാണ്. കൃത്രിമ പാനീയങ്ങളിൽ മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? ടാർട്രസിൻ. ചുവപ്പ് നിറം നൽകുന്നത് എറിത്രോസിൻ ആണ്. കൃത്രിമ പാനീയങ്ങൾക്കും ഭക്ഷ്യപദാർത്ഥങ്ങളിലും ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? എറിത്രോസിൻ. ചുവപ്പ് നിറം എറിച്ചു നിൽക്കുന്നു എന്ന് പഠിച്ചാലും മതി. അപ്പൊ മഞ്ഞ നിറം നൽകുന്നത് ടാർട്രസിൻ, ചുവപ്പ് നിറം നൽകുന്നത് എറിത്രോസിൻ. നമ്മൾ നേരത്തെ പൂക്കളുടെ പഠിച്ചായിരുന്നു അല്ലെ. ഒന്ന് ഓർത്തു നോക്കിയേ. പൂക്കളുടെ ചുവപ്പ് നിറം ഏതാ? പൂക്കളുടെ ചുവപ്പ് നിറം ആന്തോസയാനിൻ. പൂക്കളുടെ മഞ്ഞ നിറം ഏതാ? സാന്തോഫിൽ. പൂക്കളുടെ മഞ്ഞ നിറം ഏതാണ്? സാന്തോഫിൽ. അത് നമ്മൾ പഠിച്ചു വെച്ചു. അപ്പൊ കൃത്രിമ പാനീയങ്ങൾ ഭക്ഷ്യപദാർത്ഥങ്ങളിൽ മഞ്ഞ നിറം ടാർട്രസിനും ചുവപ്പ് നിറം ഏതാണ്? എറിത്രോസിനുമാണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ. ഇനി സസ്യത്തിന്റെ 3 കലകളുണ്ട് നമുക്ക്. പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. സസ്യത്തിന്റെ 3 കലകളാണ്. പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. ഇത് നമുക്ക് സൈലവും ഫ്ലോയും ഒക്കെ പഠിക്കാറുണ്ട്. എന്നാൽ ഈ 3 കൈമകളെ കുറിച്ച് സ്കൂൾ ടെസ്റ്റിലുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരെണ്ണം വന്നായിരുന്നു. അപ്പൊ അതൊന്ന് നോക്കേ. സസ്യത്തിന്റെ മൃദുവായ ഭാഗങ്ങളിലെ കോശങ്ങളെ വിളിക്കുന്ന പേര് പാരൻ കൈമ. മൃദുവായ ഭാഗങ്ങളിൽ കാണപ്പെടുന്നത് ഏതാ? പാരൻ കൈമ. സസ്യത്തിന്റെ കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം മൂലകളിൽ മാത്രം കട്ടികൂടിയിരിക്കുന്ന കണ്ടിട്ടില്ലേ? കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടികൂടിയ കോശങ്ങൾ കാണുന്നതാണ് കോളൻ കൈമ. അപ്പൊ സസ്യത്തിന്റെ മൃദുവായ ഭാഗങ്ങളിൽ പാരൻ കൈമ, സസ്യത്തിന്റെ കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കണ്ടുവരുന്നത് ഏതാണ്? കോളൻ കൈമ. ഇനി ഒരു സ്ക്ലീറൻ കൈമയുണ്ട്. ഏതാണ്? അതായത് എല്ലാ ഭാഗത്തും കട്ടികൂടിയത് സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നത് സ്ക്ലീറൻ കൈമയാണ്. അപ്പൊ പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. സസ്യത്തിന്റെ മൃദുവായ ഭാഗത്ത് പാരൻ കൈമ, കോശഭിത്തിയുടെ മൂലയിൽ മാത്രം കോളൻ കൈമ, കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലുള്ള കട്ടികൂടിയ കോശങ്ങൾ കാണുന്നത് ഏതാണ്? അത് സ്ക്ലീറൻ കൈമയാണ്. സ്ക്ലീറൻ കൈമയാണ്. ഓക്കെ, അപ്പൊ ആ 3 എണ്ണം ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൊടുമുടിയായ എവറസ്റ്റ്, കാഞ്ചൻജംഗ, നന്ദാദേവി, നംഗപർവ്വത തുടങ്ങിയവ ഏത് പർവ്വത നിരയിലാണെന്ന്? ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പർവ്വതങ്ങളല്ലേ എവറസ്റ്റ്, കാഞ്ചൻജംഗ, നംഗപർവ്വത, നന്ദാദേവി. ഇതൊക്കെ ഹിമാദ്രി പർവ്വത നിരയിലാണ്. ഏതിലാണ്? ഹിമാദ്രിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു ഉണ്ട്. മൗണ്ട് കേറ്റു കണ്ടോ? അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നാണ്.
അത് മാത്രം കാറക്കോറത്തി കിടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട എവറസ്റ്റും കാഞ്ചൻജംഗയും നന്ദാദേവിയും ഒക്കെ എവിടെ കിടക്കുന്നു? ഹിമാദ്രിയിലാണ് കിടക്കുന്നത്. അതായത് ഹിമാലയത്തിന്റെ പാർട്സ് ആയ ഹിമാദ്രിയിലാണ്. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറഞ്ഞാൽ നമ്മൾ മൗണ്ട് കേറ്റു അല്ലേ പറയുന്നത്. പൂർണ്ണമായി ഇന്ത്യക്കകത്ത് ഏറ്റവും കൊടുമുടിയാണ് കാഞ്ചൻജംഗ പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ഗോഡ്വിൻ ആസ്റ്റിൻ അഥവാ മൗണ്ട് കേറ്റു ആണ്. അത് കാറക്കോറം മലനിരയിലാണ്. ട്രാൻസ് ഹിമാലയത്തിലെ കാറക്കോറം മലനിരയിലാണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ. അത് നല്ലൊരു ക്വസ്റ്റ്യൻ. അപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? എവറസ്റ്റ് ആണ് ലോകത്തിലെ എവറസ്റ്റ് ഏത് രാജ്യത്താ? എവറസ്റ്റ് നേപ്പാളിലാണ് അല്ലെ. നേപ്പാളിൽ എവറസ്റ്റിനെ വിളിക്കുന്ന പേര് സാഗർമാത എന്നാണ്. നേപ്പാളിൽ എവറസ്റ്റിനെ വിളിക്കുന്ന പേരെന്താണ്? സാഗർമാത. 8848.86 കിലോമീറ്റർ ആണ് നീളം. 8848.86 അപ്പം മീറ്റർ. അപ്പം എവറസ്റ്റിന്റെ ഉയരം എത്രയാണ്? 8848. അപ്പൊ എവറസ്റ്റ് ഏത് രാജ്യത്താണ്? നേപ്പാളിലാണ്. നേപ്പാളിൽ എവറസ്റ്റിനെ വിളിക്കുന്ന പേരെന്താണ്? നേപ്പാളിൽ എവറസ്റ്റിനെ വിളിക്കുന്ന പേര് സാഗർമാത. എവറസ്റ്റ് ഏത് പർവ്വത നിരയിലാണ്? ഹിമാലയത്തിന്റെ ഭാഗമായ ഹിമാദ്രിയിലാണ്. ഹിമാദ്രിയിലാണ് നമ്മളെ ഇത് ഏതാ ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിളിക്കുന്നത്. ഹിമാലയത്തിന്റെ നട്ടെല്ല് ഹിമാലയം 3 പേരല്ലേ ഇവിടെ. ഹിമാദ്രി ഉണ്ട്, ഹിമാചൽ ഉണ്ട്, സിവാലിക് ഉണ്ട്. ഹിമാലയത്തിന്റെ നട്ടെല്ല് ഹിമാദ്രിയ. പക്ഷെ സുഖവാസ കേന്ദ്രങ്ങളെല്ലാം ഹിമാചലിലാണ് കിടക്കുന്നത്. സുഖവാസ കേന്ദ്രങ്ങൾ എവിടെയാണ് കിടക്കുന്നത്? ഹിമാചലിലാണ്. അതുപോലെ ഈ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന ഹിമാലയത്തിലെ ഭാഗമാണ് സിവാലിക്. ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന ഹിമാലയത്തിലെ ഭാഗം ഏതാ? സിവാലിക്. അവിടെ തട്ടായുള്ള കൃഷി രീതിയും ഡൂണുകളില്ലേ, ഡൂണുകൾ കാണപ്പെടുന്നതൊക്കെ സിവാലിക്ക. ഈ ഏറ്റവും വലിയ ഡൂണിന്റെ പേര് ഡെറാഡൂൺ എന്നാണ്. ഏറ്റവും വലിയ ഡൂൺ ഏതെന്ന് ചോദിച്ചാൽ ഡെറാഡൂൺ ആണ്. അപ്പം ഹിമാലയത്തിന്റെ നട്ടെല്ല് ഹിമാദ്രി, സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചല്, ഭൂകമ്പങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത്, ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലുകളും ഒക്കെ നടക്കുന്നത് സിവാലിക്കിലാണ്. ഓക്കെ, ഹിമാചലിലാണ്. കുളു മണാലി ഒക്കെ ഈ ഹിമാചലിലാണ്. കുളു മണാലി സുഖവാസ കേന്ദ്രങ്ങളില്ലേ, കുളു മണാലി താഴ്വരകള്, അതുപോലെ കുളു മണാലിയിലൂടെ ഒഴുകുന്ന ഒരു നദിയാ ബിയാസ്. കേട്ടോ, ബിയാസ് സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദിയാ ബിയാസ്. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദിയുടെ പേരെന്താണ്? ബിയാസ് എന്ന് പറയാം. അപ്പം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ ഏത് പർവ്വത നിരയിൽ? കാറക്കോറ പർവ്വത നിരയിലാണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ. ഓക്കെ, അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ. ഹരിത വിപ്ലവത്തിന്റെ 1ാം കാലഘട്ടവും 2ാം കാലഘട്ടവും 1960 പകുതി മുതൽ 70 പകുതി വരെയാണ് 1ാം കാലഘട്ടം. അതിനെ വിളിക്കുന്ന പേരാ ഗോതമ്പ് വിപ്ലവം. ഹരിത വിപ്ലവത്തിന്റെ 1ാം കാലഘട്ടത്തെ വിളിക്കുന്ന പേരെന്താണ്? ഗോതമ്പ് വിപ്ലവം. 2ാം കാലഘട്ടം 70 പകുതി മുതൽ 80 പകുതി വരെ. ഹരിത വിപ്ലവത്തിന്റെ 1ാം കാലഘട്ടത്തെ ഗോതമ്പ് വിപ്ലവം, 2ാം കാലഘട്ടം 70 പകുതി മുതൽ 80 പകുതി വരെ. ലോകത്ത് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ് അല്ലേ, അമേരിക്കക്കാരനായ നോർമൻ ബോർലോഗ് മെക്സിക്കോയിലാണ്. ഹരിത വിപ്ലവത്തിന്റെ ഗേഹം മെക്സിക്കോയാണ് കേട്ടോ. ഹരിത വിപ്ലവത്തിൽ ഏഷ്യയുടെ ഗേഹം ഫിലിപ്പൈൻസ്. ഹരിത വിപ്ലവത്തിന്റെ ഗേഹം എന്ന് ചോദിച്ചാൽ മെക്സിക്കോ. ഹരിത വിപ്ലവം ആദ്യമായി ആരംഭിച്ചതും മെക്സിക്കോയിലാണ്. ഹരിത വിപ്ലവത്തിൽ ഏഷ്യയുടെ ഗേഹം ഏതെന്ന് ചോദിച്ചാൽ ഫിലിപ്പൈൻസ് ആണ് പറയേണ്ടത്. ഫിലിപ്പൈൻസ് ആണ് പറയേണ്ടത്. ഓർത്തു വെച്ചേ, ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ നാണ്യവിള കരിമ്പ. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ നാണ്യവിള ഏതാണ്? കരിമ്പാണ് ഏറ്റവും കൂടുതൽ. ധാന്യവിള ഗോതമ്പ. ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ ധാന്യവിള എന്ന് ചോദിച്ചാൽ ഗോതമ്പോ, ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ നാണ്യവിള എന്ന് ചോദിച്ചാൽ ഏതാണ്? കരിമ്പുമാണ് നമ്മൾ പറയേണ്ടത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ അല്ലേ, തമിഴ്നാട് കുംഭകോണംകാരനാണ് കേട്ടോ. MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സർബതി സോണോറ അദ്ദേഹം വികസിപ്പിച്ചെടുത്ത ഒരു ഗോതമ്പിനമാണ് സർബതി സോണോറ. അതുപോലെ ഒത്തിരി ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത പ്രധാനപ്പെട്ട ഗോതമ്പിനോ ഗിരിജ, കല്യാൺ സോന എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഗിരിജ, കല്യാൺ സോനയൊക്കെ ഇന്ത്യയിലെ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനമാണ്. അപ്പം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നത് 1ാം ഹരിത വിപ്ലവത്തിന്റെ കാലഘട്ടം. ഹരിത വിപ്ലവം ആരംഭിച്ചത് 3ാം പഞ്ചവത്സര പദ്ധതിയിലാണ് കേട്ടോ. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് എത്രാം പഞ്ചവത്സര പദ്ധതിയിലാണ്? 3ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടായ ധാന്യവിള ചോദിച്ചാൽ ഗോതമ്പും, നാണ്യവിള ചോദിച്ചാൽ കരിമ്പുമാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, ഇനി ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ കൃതിയുടെ പേര് പരീക്ഷയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ കൃതിയുടെ പേരെന്താണ്? ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്. 2-3 കൃതികൾ പറയട്ടെ. ആത്മോപദേശ ശതകം, ദർശനമാല, ജാതി മീമാംസ, ദൈവദശകം, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതികളാണ്. ശ്രീനാരായണ ഗുരു
ഗുരുവിന്റെ പ്രശസ്ത കൃതികൾ ഏതൊക്കെയാണ്? ആത്മോപദേശ ശതകം, ജാതി മീമാംസ, ദൈവദശകം, ദർശനമാല, ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു വരിയുണ്ട്, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നു എന്ന് തുടങ്ങുന്ന വഴി ശ്രീനാരായണ ഗുരുവിന്റെ ഒരു പ്രശസ്ത വരിയാണ്. അത് ആത്മോപദേശ ശതകം എന്ന കൃതിയിലെ അവനവന് ആത്മസുഖത്തിനായി ആചരിക്കുന്നത് ഏത് കൃതിയിലെയാണ്? ആത്മോപദേശ ശതകത്തിലെ. ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം സ്ഥിതി ചെയ്യുന്ന കൊട്ടാരമാണ് നമ്മുടെ കായംകുളം കൃഷ്ണപുരം കൊട്ടാരം. കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിൽ ആണ് ഏത് ചുമർചിത്രം സ്ഥിതി ചെയ്യുന്നത്? ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ആരുടെ ആദ്യ കൃതി? ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതി. ശാകുന്തളം വഞ്ചിപ്പാട്ട് എന്നും പറഞ്ഞൊരു കൃതിയുണ്ട്, നമ്മളെ പണ്ഡിറ്റ് കറുപ്പന്റെ ഒരു പ്രശസ്ത കൃതിയാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ ഒരു പ്രശസ്ത കൃതിയാണ് ശാകുന്തളം വഞ്ചിപ്പാട്ട്. അതുപോലെ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രാമപുരത്ത് വാര്യരുടെയാണ്, നമ്മളെ വള്ളംകളിയുടെ പാട്ടല്ലേ. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രാമപുരത്ത് വാര്യരുടെ, ശാകുന്തളം വഞ്ചിപ്പാട്ട് പണ്ഡിറ്റ് കറുപ്പന്റെ, ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്ത കൃതിയാണ്. ഓർത്ത് വെക്കണേ, അദ്ദേഹമല്ലേ SNDP സ്ഥാപിച്ചത്? ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ച വർഷം എന്നാണ് 1903 അല്ലെ? 1903 അന്ന് വാവൂട്ടി യോഗം എന്നാണ് SNDPയുടെ ആദ്യകാല നാമം. ശ്രീനാരായണ ഗുരുവാണ് SNDPയുടെ ആജീവനാന്ത പ്രസിഡന്റ്. SNDPയുടെ ആജീവനാന്ത പ്രസിഡന്റും ശ്രീനാരായണ ഗുരു. SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാന. SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? കുമാരനാശാൻ. SNDPയുടെ ആദ്യത്തെ അധ്യക്ഷൻ ഡോക്ടർ പൽപ്പു ആയിരുന്നു. അപ്പൊ SNDPയുടെ ആദ്യത്തെ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു, ആദ്യ സെക്രട്ടറി കുമാരനാശാൻ, ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? ഡോക്ടർ പൽപ്പു. ശ്രീനാരായണ ഗുരുവിലെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് 1887 അരുവിപ്പുറം ക്ഷേത്രം സ്ഥാപിക്കുകയും തൊട്ടടുത്ത വർഷം 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ കൊണ്ടുവരികയും ചെയ്തു. അപ്പൊ അരുവിപ്പുറം ശിവക്ഷേത്രം എന്നു ചോദിച്ചാൽ 1887, അരുവിപ്പുറം ശിവപ്രതിഷ്ഠ എന്നു ചോദിച്ചാൽ 1888. ആരാ നടത്തിയത്? നമ്മുടെ ശ്രീനാരായണ ഗുരു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ശ്രീനാരായണ ഗുരു. തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീലങ്ക സന്ദർശിച്ചത്, വിദേശ രാജ്യം സന്ദർശിച്ച ആദ്യത്തെ മലയാളി ആരെന്ന് ചോദിച്ചാലും ശ്രീനാരായണ. ശ്രീലങ്കയാണ് ആദ്യമായിട്ട് സന്ദർശിച്ചത്. ഇദ്ദേഹമാണ് ആലുവയിൽ അദ്വൈത ആശ്രമം സ്ഥാപിച്ചത് കേട്ടോ. ആലുവയിൽ അദ്വൈത ആശ്രമം സ്ഥാപിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അപ്പൊ SNDP ഏത് വർഷമാ? 1903. SNDPയുടെ ആസ്ഥാനം എവിടാന്നറിയാമോ? കൊല്ലമാ. കൊല്ലം ജില്ലയാണ് SNDPയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്നതെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യന്. 1998 മെയ് 17. അതുകൊണ്ട് മെയ് 17 കുടുംബശ്രീ ദിനം എന്നു ചോദിച്ചിട്ടുണ്ട്. കുടുംബശ്രീ ദിനം എന്നാണ്? മെയ് 17 അപ്പൊ കുടുംബശ്രീ എന്നാ വന്നത്? 1998 മെയ് 17. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഉദ്ഘാടനം ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ AV വാജ്പേയി ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്, നമ്മുടെ കോട്ടേക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പം മലപ്പുറത്താണ് AV വാജ്പേയി, അന്നത്തെ പ്രധാനമന്ത്രിയെ AV വാജ്പേയി ഉദ്ഘാടനം ചെയ്യുന്നത്. എന്നാൽ കുടുംബശ്രീ 1998 മെയ് 17. 9ാം പഞ്ചവത്സര പദ്ധതി, അതുകൂടെ പഠിച്ചേരെ കേട്ടോ. എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് ചോദിച്ചാൽ കുടുംബശ്രീ വരുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. പക്ഷേ ഈ കുടുംബശ്രീയുടെ ഒരു പ്രത്യേകത, പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യമായി കുടുംബശ്രീ തുടങ്ങിയത് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലാണ്. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ തുടങ്ങി വെച്ചായിരുന്നു കേട്ടോ. പക്ഷെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എവിടെയാണ്? 98 മെയ് 17. അപ്പൊ പരീക്ഷണാടിസ്ഥാനത്തിൽ കുടുംബശ്രീ തുടങ്ങിയത് എവിടെ എന്നൊരു ചോദ്യമാണെങ്കിൽ ആലപ്പുഴ എഴുതിയാൽ മതി. അന്ന് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി E.K. നായനാറും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നമ്മുടെ പാലൊളി മുഹമ്മദ് കുട്ടിയുമായിരുന്നു അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് 2006 ഫെബ്രുവരി 2 കേട്ടോ. 2006 ഫെബ്രുവരി 2 സ്കൂൾ ടെസ്റ്റിലും ഉള്ള ഒരു ക്വസ്റ്റ്യൻ. ഫെബ്രുവരി 2 തൊഴിലുറപ്പ് ദിനം കേട്ടോ. ഫെബ്രുവരി 2 ഏതാ? തൊഴിലുറപ്പ് ദിനം. വേറൊരു ദിനമുണ്ട്, തണ്ണീർത്തട ദിനം എന്നു ചോദിച്ചാലും ഫെബ്രുവരി 2 പറയണം കേട്ടോ. തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി 2. അപ്പൊ ഇന്ത്യയിൽ തൊഴിലുറപ്പ് പദ്ധതി, തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്നത് 2005. നിയമം എന്ന് ചോദിച്ചാൽ 2005, പക്ഷേ നിലവിൽ വന്നത് 2006 ഫെബ്രുവരി 2. ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത് 2008 ഏപ്രിൽ 1 കൂടിയാണ് എല്ലാ ജില്ലകളിലും തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത്. അത് കഴിഞ്ഞ് മഹാത്മാഗാന്ധിയുടെ പേരിൽ തൊഴിലുറപ്പ് പദ്ധതി അറിയപ്പെടാൻ തുടങ്ങിയത് 2009 ഒക്ടോബർ 2 കേട്ടോ. ആദ്യമായി തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ബെണ്ടിലപ്പള്ളിയിൽ നമ്മുടെ
നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പൊ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ ബെണ്ടിലപ്പള്ളിയിൽ. ആരാ? മൻമോഹൻ സിംഗ്. 2002 ഫെബ്രുവരി 2-നാണ് 2006 ഫെബ്രുവരി 2-നാണ് ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനവും തൊഴിലുറപ്പ് ദിനവും എന്ന്. കേരളത്തിൽ ആദ്യമായിട്ട് തൊഴിലുറപ്പ് പദ്ധതി എവിടെയാണെന്നറിയാമോ? കേരളത്തിലെ വയനാടും പാലക്കാട്. ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ആവർത്തിച്ചത്. കേരളത്തിൽ ആദ്യമായിട്ട് തൊഴിലുറപ്പ് പദ്ധതികൾ നിലവിൽ വന്നത് 2 ജില്ലകളിലാണ്, വയനാടും പാലക്കാട്. ഇപ്പോഴത്തെ കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം 369 രൂപയാണ്. ഏറ്റവും കൂടുതൽ ഹരിയാനയ്ക്ക് 400 രൂപയുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് വേതനം, അത് മാറിക്കൊണ്ടിരിക്കും, ഇപ്പോഴത്തെ കാര്യമാണ്, ഒന്ന് ഓർത്തു വെക്കുക. കേരളത്തിലെ ഇപ്പോഴത്തെ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം 369 രൂപയും ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് വേതനം ഏത് സംസ്ഥാനക്കാരാണ്? ഹരിയാനക്കാരാണ് കേട്ടോ, ഹരിയാന. ഇനി ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിളിക്കുന്നത് ദക്ഷിണാഫ്രിക്കയാണ്. ഗാന്ധിജി ആദ്യമായിട്ട് സത്യാഗ്രഹം നടത്തിയതും അവിടെ തന്നെ. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം എവിടെയെന്ന് ചോദിച്ചാൽ ദക്ഷിണാഫ്രിക്കയിലൂടെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ, അല്ലെ? ഇന്ത്യൻ ഒപ്പീനിയൻ. ഒത്തിരി പത്രങ്ങളുണ്ട് അദ്ദേഹത്തിന്, മാസിക. ഹരിജൻ, യങ് ഇന്ത്യ, അല്ലെ? ഹരിജൻ, യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ, ഇതൊക്കെ നമ്മുടെ ഗാന്ധിജിയുടെ. അതിൽ ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ ആണ്, അല്ലെ? ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതി ചോദിച്ചിട്ടുണ്ട്, ഹിന്ദു സ്വരാജ്. ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതി ഏതാണ്? ഹിന്ദു സ്വരാജ്. 1909 പ്രസിദ്ധീകരിച്ച ഹിന്ദു സ്വരാജ് ആണ് ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതി. ഏത് സംസ്ഥാനത്തുകാരനാ ഗാന്ധിജി? ഗാന്ധിജി ഗുജറാത്തിലെ പോർബന്ദർ, അല്ലെ? പോർബന്ദറിലാണ്, അല്ലെ? അദ്ദേഹത്തിന്റെ ആത്മകഥ അതുകൊണ്ട് ഗുജറാത്തി ഭാഷയിലാണ്. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താ? എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നല്ലേ? അത് ഗുജറാത്തി ഭാഷയിലാണ്. അപ്പൊ ഗാന്ധിജിയുടെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഏത് ഭാഷയിലാണ്? ഗുജറാത്തി ഭാഷയിലാണ്. അപ്പൊ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം എവിടെയായിരുന്നു? ദക്ഷിണാഫ്രിക്കയിലാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാ? ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതിയുടെ പേരെന്താ? ഹിന്ദു സ്വരാജ്. 1909 വന്ന ഹിന്ദു സ്വരാജ് ആണ് ഗാന്ധിജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി. ഗാന്ധിജി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സത്യാഗ്രഹങ്ങൾ ഏതാ? ആദ്യമായിട്ട് 1917 ചമ്പാരൻ സത്യാഗ്രഹം, അല്ലെ? ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഇന്ത്യയിൽ ചമ്പാരനാണ്, ബീഹാറിൽ. 1918 ഗാന്ധിജി ആദ്യമായി നിരാഹാര സത്യാഗ്രഹം തുടങ്ങി. അതിനെ അഹമ്മദാബാദ് മിൽ പണിമുടക്ക് എന്ന് വിളിക്കുന്നു. അപ്പം ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം അഹമ്മദാബാദ് മിൽ പണിമുടക്ക് 18. അതുപോലെ ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവെപ്പ് എന്നറിയപ്പെടുന്ന സത്യാഗ്രഹം 19 റൗലറ്റ് സത്യാഗ്രഹമാണ്. ഗാന്ധിജിയുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവെപ്പ് എന്നറിയപ്പെടുന്നത് 19 റൗലറ്റ് സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ആദ്യ ജനകീയ സത്യാഗ്രഹം ഏതാണെന്നറിയാമോ? 20 നിസ്സഹകരണ പ്രസ്ഥാനം. വെരി വെരി ഇമ്പോർട്ടന്റ് കൊടുത്തോ. 20, 30, 42. ഇത് ആവർത്തിക്കും. ഗാന്ധിജിയുടെ 3 സത്യാഗ്രഹം സമരങ്ങൾ പറയട്ടെ. 20, 30, 42 പറയട്ടെ. ഗാന്ധിജിയുടെ ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം 20 നിസ്സഹകരണ പ്രസ്ഥാനം. ഗാന്ധിജിയുടെ രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം 30 നിയമലംഘന പ്രസ്ഥാനം. 30 നിയമലംഘന പ്രസ്ഥാനം. ഗാന്ധിജിയുടെ ഏറ്റവും അവസാനത്തെ ബഹുജന പ്രക്ഷോഭം 42 ക്വിറ്റ് ഇന്ത്യ സമരമാണ്. അപ്പം ഗാന്ധിജിയുടെ ആദ്യത്തെ ജനകീയ പ്രക്ഷോഭം 20 നിസ്സഹകരണ പ്രസ്ഥാനം, രണ്ടാമത്തത് 30 നിസ്സഹകരണ നിയമലംഘന പ്രസ്ഥാനം, ഏറ്റവും അവസാനത്തെ ജനകീയ പ്രക്ഷോഭം 42 ഏതായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. ഇനി ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എൽ പി പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. LPക്കാണോ UPക്കാണോ? ഗാന്ധിജി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് എന്ന്. ഇന്ത്യയിൽ ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് 1916 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടന ചടങ്ങിലാണ്. ഗാന്ധിജി ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടന ചടങ്ങിൽ 16. ആരാ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്? മദൻ മോഹൻ മാളവ്യാണ് കേട്ടോ, മദൻ മോഹൻ മാളവ്യ. താർ മരുഭൂമി നമ്മൾ വിചാരിക്കും രാജസ്ഥാനി മാത്രമേ ഉള്ളെന്ന്. ആണോ? അല്ല. താർ മരുഭൂമി 4 സ്റ്റേറ്റുകളിലുണ്ട്. അതിൽ 3-ൽ 1 ഭാഗം കിടക്കുന്നത് മൊത്തം രാജസ്ഥാനില. പക്ഷെ ബാക്കി രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, ഗുജറാത്തിലായിട്ടാണ് താർ മരുഭൂമി വ്യാപിച്ചു കിടക്കുന്നത്. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് ലൂണി എന്ന് വിളിക്കുന്നത്. ലവണവാരി എന്നറിയപ്പെടുന്നത് ലൂണിയെ ഒരു വിശേഷണമാണ്.
ലവണവാരി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഥാർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ലൂണി എന്ന് പറയുന്നത്. നമ്മുടെ അജ്മീർ, രാജസ്ഥാനിൽ തന്നെ അജ്മീറിനടുത്തുള്ള പുഷ്കർ വാലിയിൽ നിന്നാണ് ഈ ലൂണി നദി ഉത്ഭവിക്കുന്നത്. അതൊന്ന് ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ 4 സ്റ്റേറ്റുകളിലായിട്ടുണ്ട്. രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ്, ഹരിയാനയിലാണ് ആര് കിടക്കുന്നത്? ഥാർ മരുഭൂമി കിടക്കുന്നത്. അത് ഒരു ചോദ്യമായിട്ട് വരുന്നുണ്ട്. മലയാളി മെമ്മോറിയൽ ഏത് വർഷമാണെന്നറിയാമോ? അതും പരീക്ഷയ്ക്ക് ആവർത്തിച്ച ഒരു ക്വസ്റ്റ്യൻ. മലയാളി മെമ്മോറിയൽ 1891 അല്ലെ? 91 മലയാളി മെമ്മോറിയലും 96 ഈഴവ മെമ്മോറിയലും അല്ലെ? മലയാളി മെമ്മോറിയലിന്റെ നേതാവാരാ? ബാരിസ്റ്റർ GP പിള്ള. ഈഴവ മെമ്മോറിയലിന്റെ നേതാവാരാ? ഡോക്ടർ പൽപ്പു അല്ലെ? മലയാളി മെമ്മോറിയലിന്റെ നേതാവ് ബാരിസ്റ്റർ GP പിള്ള. ഈഴവ മെമ്മോറിയലിന്റെ നേതാവ് ആരാണ്? ഡോക്ടർ പൽപ്പു. ബാരിസ്റ്റർ GP പിള്ള വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പറയുന്ന ഏക മലയാളി, ഗാന്ധിജിയുടെ ആത്മകഥയിൽ പറയുന്ന ഏക മലയാളി ബാരിസ്റ്റർ GP പിള്ളയാണ്. INC-യുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ബാരിസ്റ്റർ GP പിള്ളയാണ്. INC-യുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ആരാണ്? ബാരിസ്റ്റർ GP പിള്ള. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ, തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ പിതാവ്, തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നും തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നതും ബാരിസ്റ്റർ GP പിള്ള. ഇദ്ദേഹമാണ് മലയാളി മെമ്മോറിയലിന്റെ നേതാവ്. പക്ഷെ മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് നമ്മുടെ എഴുത്തുകാരനായ CV രാമൻ പിള്ളയാണ്. CV രാമൻ പിള്ളയാണ് മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത്. എന്താണ് അദ്ദേഹത്തിന്റെ കൃതികൾ എന്ന് ഓർമ്മ വന്നേ? മാർത്താണ്ഡവർമ്മ അല്ലെ? മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ എന്നീ പ്രശസ്ത കൃതികൾ എഴുതിയത് CV രാമൻ പിള്ളയാണ്. മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ എന്നീ കൃതികളൊക്കെ എഴുതിയത് ആരാണ്? CV രാമൻ പിള്ളയാണ്. മലയാളി മെമ്മോറിയലിന്റെ നേതാവ് തിരുവിതാംകൂറുകാർക്ക് അതിന്റെ മുദ്രാവാക്യമായിരുന്നു കേട്ടോ. ഇത് കൊടുത്തത് ശ്രീമൂലം തിരുനാളിന്, അന്നത്തെ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിനാണ് കേട്ടോ. അപ്പൊ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചതും ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചതും ആർക്കാണ്? ശ്രീമൂലം തിരുനാൾ. നേതാവിന്റെ പേര് ബാരിസ്റ്റർ GP പിള്ള, എഴുതിയത് CV രാമൻ പിള്ള, മുദ്രാവാക്യം തിരുവിതാംകൂറുകാർക്ക്, മലയാളി മെമ്മോറിയലിന് ശ്രീമൂലം തിരുനാളിനാണ് കൊടുത്തത്. ഇനിയുണ്ട് ഇതിന് നിയമോപദേശം നൽകിയ വ്യക്തി നോർട്ടൺ. മലയാളി മെമ്മോറിയലിന് നിയമോപദേശം നൽകിയത് ആരായിരുന്നടെ? നോർട്ടൺ. ആ ഒരു പോർഷനൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ ഒന്ന്. അടുത്ത ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മാജുലി ദ്വീപ്. ഏറ്റവും വലുത് അത് ആസാമിലെ ബ്രഹ്മപുത്ര നദിയിലാണ് മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണെന്നറിയാമോ? സുബൻസിരിയാണ്. സുബൻസിരി, മാനസ്, ലോഹിത്, ടീസ്റ്റ, സുബൻസിരി, മാനസ്, ലോഹിത്, ടീസ്റ്റ, ദബാങ്, ഇതൊക്കെ നമ്മുടെ ദിബാങ്, ഇതൊക്കെ നമ്മുടെ ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ്. അപ്പൊ ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാ? സുബൻസിരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി ദ്വീപ് ഏത് നദിയിലാ? ബ്രഹ്മപുത്ര നദിയിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെള്ളമുള്ള നദി ബ്രഹ്മപുത്രയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ വെള്ളമുള്ള നദി ഏതാണ്? ബ്രഹ്മപുത്രയാണ്. നമ്മുടെ ടിബറ്റ് മാനസ സരോവർ തടാകത്തിലെ ചെമയുങ് ദുങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്. ചെമയുങ് ദുങ് ഹിമാനിയിൽ നിന്നും ബ്രഹ്മപുത്ര ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. എവിടെയാ പതിക്കുന്നത്? ബംഗാൾ. നമ്മുടെ സിന്ധു മാത്രമേ ഉള്ളൂ ഹിമാലയൻ നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നത്. ബാക്കി എല്ലാവരും ബംഗാൾ ഉൾക്കടലിലാണ് കേട്ടോ. അപ്പം അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി ഏതാണ്? ഏക ഹിമാലയൻ നദി ഏതെന്ന് ചോദിച്ചാൽ സിന്ധു ആണ് നമ്മൾ പറയേണ്ടത്. ഏക ഹിമാലയൻ നദി ഏതാ? സിന്ധു. അപ്പം ഗംഗയും ബ്രഹ്മപുത്രയൊക്കെ പതിക്കുന്നത് എവിടെ? ബംഗാൾ ഉൾക്കടലിലാണ് അല്ലെ? സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബാണ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ചിനാബ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുനയാണ്. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ടീസ്റ്റ. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയായ ടീസ്റ്റ ഏത് നദിയുടെ പോഷക നദിയാന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്രയാണ്. സിക്കിമിന്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്നത് ടീസ്റ്റ നദിയാണ്. സിക്കിമിന്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ടീസ്റ്റ. അപ്പൊ ആ ടീസ്റ്റ ഏത് നദിയുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ്. ഒരു വിധമൊക്കെ ആയെന്ന് തോന്നുന്നു. കുറച്ചേ ആയുള്ളൂ. ചിരിയൊക്കെ ഒത്തിരി അഡീഷണൽ പറഞ്ഞാണ്. പുതിയ ആൾക്കാരൊന്നും തോന്നരുതേ, അവരോടൊക്കെ ക്ഷമ ചോദിക്കുക. കാരണം ഒത്തിരി കിട്ടുമ്പോഴല്ലേ നിങ്ങൾക്ക് പിന്നീട് ഇത് എടുത്തു നോക്കുമ്പോഴും അടുക്കളയിലൊക്കെ ജോലി ചെയ്യുമ്പോഴും എപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോഴും ഒക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ ഒത്തിരി കണ്ടന്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതൊരു റിവിഷൻ ആവും. അതുകൊണ്ട് മാത്രം
മാത്രമാണ് അല്ലെ. അപ്പൊ അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ടെൻഡൻ ആണെങ്കിൽ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് ആരാണ്? സ്നായുക്കൾ. അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി ആണെങ്കിൽ പേശികളെ കുറിച്ചുള്ള പഠനം ഏതാണ്? ആർത്രോളജി അല്ലെ. പേശികളല്ല, പേശികളെ കുറിച്ചുള്ളത് മയോളജി. സന്ധികളെ കുറിച്ചുള്ള പഠനം ഏതാ? ആർത്രോളജി അല്ലെ. അസ്ഥികളെ ബാധിക്കുന്ന കുറച്ച് രോഗങ്ങളുടെ പേര് പറഞ്ഞേ. ഓസ്റ്റിയോപോറസിസ്, ഓസ്റ്റിയോമലേഷ്യ, ആർത്രൈറ്റിസ്, റിക്കറ്റ്സ്. അസ്ഥികൾക്ക് ആരോഗ്യത്തിന് ആവശ്യമായ ലോഹം ഏതാണ്? കാൽസ്യമാണ് അല്ലെ. മൂലകം, അസ്ഥികളിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാ? ഓക്സിജൻ ആണ്. അസ്ഥികളുടെ കാഠിന്യത്തിന് കാൽസ്യം ഫോസ്ഫേറ്റ് അല്ലേ. മൊത്തം 206 അസ്ഥികളല്ലേ. അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുറെ പഠിച്ചിട്ടുണ്ട്. പൂക്കൾക്ക് ചുവപ്പ് നിറം ആന്തോസയാനിൻ, മഞ്ഞ നിറം സാന്തോഫിൽ, ഓറഞ്ച് കലർന്ന മഞ്ഞ നിറം ഏതാ? കരോട്ടിൻ. അതുപോലെ ഈ ഭക്ഷണ പദാർത്ഥങ്ങളെ, കൃത്രിമ പാനീയങ്ങളെ ചുവപ്പ് നിറം എറിത്രോസിനും മഞ്ഞ നിറം ടാർട്രസിനും. മഞ്ഞ നിറം ഏതാണ്? ട്രാട്ടർസിൻ. ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക ആറ്റം അല്ലെ. സ്വതന്ത്രമായി സ്ഥിരമായി നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക തന്മാത്ര. അതൊക്കെ നമ്മൾ അവോഗാഡോ സംഖ്യ പഠിച്ച് അതൊക്കെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരുവിധം റിവിഷൻ ആക്കിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫ്രീ കിട്ടുന്ന സമയത്ത് ഒന്ന് നോക്കിയേക്കണേ. ഇപ്പോഴേ ഞാൻ സീരീസ് ആയിട്ട് തുടങ്ങുകയാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നല്ലൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നാലും ഞാൻ അതിന്റെ ഒത്തിരി കണക്റ്റഡ് ഫാക്ട്സ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ചോദ്യ പേപ്പർ മാത്രം വായിച്ചു പോയതല്ല. തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റുകൾ ഇടുക. അതിനനുസരിച്ച് അടുത്ത സീരീസുമായിട്ട് ഉടൻ തന്നെ എത്തുന്നതാണ്. അപ്പോൾ നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.